ഹലോ മൈ ഡിയർ ആസ്പിരൻസ്, എല്ലാവർക്കും സൈലം ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിവിസിബിലിറ്റി റൂള്, അതായത് 11ന്റെ ഡിവിസിബിലിറ്റി റൂളുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. SSC നടത്തിയ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരുപാട് പരീക്ഷകളിൽ 11ന്റെ ഡിവിസിബിലിറ്റി റൂളുമായി ബന്ധപ്പെട്ടിട്ട് വളരെ എളുപ്പമാണെന്ന് വിചാരിക്കാം, പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമ്മളെടുത്ത് എക്സാമിനർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയ ചില ചോദ്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ അറിയാത്തവർക്കായി ഞാൻ 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ അല്ലെങ്കിൽ എങ്ങനെയാണ് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുകൂടി ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്നതായിരിക്കും. അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5x ഈ ഒരു ഏരിയ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ശരി. ഇപ്പം 11നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡിവിസിബിലിറ്റി റൂൾ അല്ലെങ്കിൽ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ബൈ 11 എന്ന് നമ്മൾ പറയുന്നത്. ഉദാഹരണത്തിന് 121 നമുക്ക് 11ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് അറിയാം. എന്താണ് 121? 11ന്റെ സ്ക്വയർ ആണ്. അപ്പം 121 ഇൻറ്റു 11 എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്ന ഒരു നമ്പർ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. 1331 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11ന്റെ ക്യൂബ് ആണെന്ന് അറിയാം. സോ 1331 ഇസ് ദ ക്യൂബ് ഓഫ് 11. അപ്പൊ ഇനി ഈ 1331 എന്ന് പറയുന്നത്, സപ്പോസ് 1331 11നെ കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ, 11 കൊണ്ട് എനിക്ക് 1331നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞാൻ നോക്കേണ്ട ഒരു പ്രോസസ്സാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, പലർക്കും അറിയുന്നതായിരിക്കാം, അറിയാത്തവർ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അറിയുന്നവരാണെങ്കിൽ പോലും മക്കളെ ഞാൻ ഇതിൽ പറയുന്ന മെത്തേഡ് ആകണം എന്നില്ല ചിലപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. സാറ് പറയാൻ പോകുന്ന മെത്തേഡും ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾട്ടർനേറ്റ് പ്ലേസിലുള്ള ഡിജിറ്റ്സിനെ ആഡ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കും അറിയാം. അത് പറഞ്ഞതിന് ശേഷം ഞാൻ മറ്റൊരു കാര്യം കൂടി, മറ്റൊരു കോൺസെപ്റ്റ് കൂടി ഇവിടെ പറയും. അതായിരിക്കും ചിലപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങളുടെ സമയം കുറച്ച് അധികം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ 1331 ഞാൻ എടുക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇത് സമയനഷ്ടമായിട്ട് കരുതുന്ന ആൾക്കാർ ഒരു 1.5x ഇട്ടിട്ട് സ്പീഡ് കൂട്ടിയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ശരി, അപ്പൊ 1331 എന്ന് പറയുന്ന നമ്പർ 11 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് നോക്കേണ്ട പ്രക്രിയ, പ്രോസസ്സാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന, ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നിടവിട്ട് വരുന്ന, അതായത് ഡിജിറ്റ് ഒന്നിടവിട്ട് വരുന്ന ഡിജിറ്റ്. അപ്പൊ 1ന് ശേഷം വരുന്ന ഡിജിറ്റ് 3 ആണ്. ആ 3ന് ശേഷം വരുന്ന ഡിജിറ്റ് ഏതാണ്? 1ന് ശേഷം വരുന്ന ഈ 3ന് ശേഷമുള്ള 3 ആണ് ഓൾട്ടർനേറ്റ് ആയിട്ട് എനിക്ക് അവിടെ വരുന്ന ഡിജിറ്റ്. ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? അതിനെ നമ്മൾ ആഡ് ചെയ്യണം. അതിനുശേഷം അതുപോലെ മറ്റേ ഡിജിറ്റുകളെ നമ്മൾ ചെയ്യുക. ഇതിനെയും ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ഇതിനെ രണ്ടിനെ ഞാൻ എന്ത് ചെയ്യണം? ഇതിനെയും ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്താണോ, ഇവിടെ എന്താ കിട്ടുന്നത്? താഴത്തെ കേസിൽ 1ഉം 3ഉം കൂട്ടും എന്താ വരിക? 4 എന്നാണ് വരിക. ഇവിടെ എന്താ വരിക? 3ഉം 1ഉം കൂട്ടും എന്താ വരിക? 4 എന്നാണ് വരിക. അപ്പോ ആ ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പേഴ്സിന്റെ ഡിഫറൻസ് കാണുക. നിങ്ങൾ ആഡ് ചെയ്ത് കിട്ടുന്നതിന്റെ ആ ഒരു സമ്മിന്റെ വ്യത്യാസം കാണും. ഇവിടെ എനിക്ക് 4 ആണ് ആഡ് ചെയ്തപ്പോൾ കിട്ടിയത്, ഇവിടെ 4 ആണ് കിട്ടിയത്. ആ 4ന്റെയും ഡിഫറൻസ് കാണും. അപ്പൊ എന്താ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്? എന്താ? 0 ആണ് ലഭിക്കേണ്ടത്. അപ്പൊ അതാണ് ആദ്യത്തെ കണ്ടീഷൻ. 11 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ഡിഫറൻസ് കാണുമ്പോൾ അത് ഒന്നിക്കൽ ആ ഡിഫറൻസ് 0ക്ക് തുല്യമായിരിക്കണം, അല്ലെങ്കിൽ അത് 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 11ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പം 11, 22, 33 അങ്ങനെയായിരിക്കണം. ഓക്കെ, 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ക്ലിയർ ആയല്ലോ? ആ ഡിഫറൻസ് കാണണം എന്നേ പറയുന്നുള്ളൂ. വേണമെങ്കിൽ 22 - 33 ഒക്കെ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ -11 എന്ന് വരും. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഓക്കെ, -11 എടുത്താലും കുഴപ്പമില്ല. കാരണം എന്താ, -11 എന്ന് പറഞ്ഞാലും 11ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. ഒന്നുകിൽ 0ക്ക് ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ അത് 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ സംഖ്യ 11 കൊണ്ട് ഡിവിസിബിൾ ആകൂ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, മറ്റൊരു ഉദാഹരണം എടുക്കാം. ശ്രദ്ധിച്ചു കേട്ടോ. 1331 നിങ്ങൾക്ക് അറിയുന്ന നമ്പർ ആയിരുന്നു, 11ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ് അല്ലെ. ഞാൻ വേറൊരു ഉദാഹരണം എടുക്കുകയാണ്. 1 2 3 4 5 6 1 2 3 4 5 6 എന്ന് പറഞ്ഞ ഈ ഒരു നമ്പർ എടുത്തിട്ട് ഇതിനെ എനിക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള പൊസിഷൻസ് എടുക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇതിനെ എടുക്കുക. അതിന്റെ കൂടെ ഇതിനെ കൂട്ടുക, ഇതിന്റെ കൂടെ ഇതിനെ കൂട്ടുക. അപ്പൊ എന്താ വരുന്നത്? 1 + 3 + 5 എന്നാണ് എനിക്ക് എവിടെ കിട്ടുക? താഴെ കിട്ടുക. ഇനി നിങ്ങൾ മുകളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ എന്താ വരിക? ഇവിടെ 2 ആണുള്ളത്, ഓൾട്ടർനേറ്റീവ് ആയിട്ട് 4 ആണുള്ളത്, അടുത്ത ഓൾട്ടർനേറ്റ് പൊസിഷനിൽ 6 ആണുള്ളത്. alternate digits എന്നല്ല, alternate position എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈവൻ പൊസിഷൻസ് ആൻഡ് ഓഡ് പൊസിഷൻസിന് അതിന്റെ സ്ഥാനങ്ങളിലുള്ള ഡിജിറ്റുകളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ 2നെയും 4നെയും ഞാൻ കൂട്ടി, 4നെയും 6നെയും കൂട്ടി കേട്ടോ. alternate
പൊസിഷൻസിലുള്ളതിൽ. അപ്പം എന്താ വരിക? 2 + 4 + 6 എന്നാണ് വരിക. ഇവിടെ എന്താ തുക കിട്ടിയത്? സം എത്രയാ? ഇവിടെ 12, ഇവിടെ എത്രയാ? 9. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ ചെയ്യേണ്ടത് ഈ 12ന്റെയും 9ന്റെയും ഡിഫറൻസ് കാണാം. എന്താ എനിക്ക് കിട്ടുന്നത്? 3 ആണ് കിട്ടുന്നത്. നമുക്ക് എന്താ കിട്ടേണ്ടിയിരുന്നത്? നമുക്ക് കിട്ടേണ്ടിയിരുന്നത് എന്താണ്? നമുക്ക് കിട്ടേണ്ടിയിരുന്നത് ഒന്നിക്കൽ അത് 0 ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം എന്നാ പറഞ്ഞത്? അല്ലെങ്കിൽ അത് മൾട്ടിപ്പിൾ ഓഫ് 11 ആയിരിക്കണം. അതായത് 11, 22, 33 അല്ലെങ്കിൽ -11 ഇത് രീതിയിലുള്ള നമ്പേഴ്സ് ആയിരുന്നിരിക്കണം നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെയാണ് 11ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് നോക്കുക. നമുക്ക് 1-2 എക്സാമ്പിൾ എടുക്കാം. 132,539 ഇത് 11 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യണം. ഓക്കെ, ആദ്യം ഞാൻ ചെയ്തു തരാം. അതിനുശേഷം ഞാൻ പറഞ്ഞൊരു മെത്തേഡ്, ഞാൻ ഇനി പറയാൻ പോകുന്ന മെത്തേഡ് വളരെ ഉപകാരപ്രദമായിരിക്കും മക്കളെ. അപ്പൊ 132, 539 എന്ന് പറയുന്ന നമ്പറിനെ എനിക്ക് 11 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ എന്നറിയാൻ കൂട്ടി നോക്കിക്കോ. 1ന്റെ കൂടെ 2നെ കൂട്ടണം, 2ന്റെ കൂടെ 3നെ കൂട്ടണം. കാരണം അതാണ് ഓൾട്ടർനേറ്റ് ആയിട്ട് ഒന്ന് ഇടവിട്ട് വരുന്ന നമ്പറുകൾ. 3ന് കൂടെ 5നെ കൂട്ടണം, 5ന്റെ കൂടെ 9നെ കൂട്ടണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൂട്ടിക്കോ. 1, 2, 3, 3 6 മുകളിലെ തുക, താഴെ 3, 5, 8, 9 17 ആണ് താഴത്തെ തുക. വാട്ട് ഇസ് ദി ഡിഫറൻസ്? 6 - 17 എടുക്കാം, അല്ലെങ്കിൽ 17 - 6 എടുക്കാം. 6 - 17 ആവുമ്പോൾ -11, 17 - 6 ആണ് എടുക്കുന്നതെങ്കിൽ അപ്പം +11. ഏതാണെങ്കിലും ഡസന്റ് മേക്ക് എനി ഡിഫറൻസ്, ബിക്കോസ് നമുക്ക് ആ ഡിഫറൻസ് മതി ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇത് 11 കൊണ്ട് ഡിവിസിബിൾ ആണോ? അതെ. കാരണം ആ വ്യത്യാസം എനിക്ക് ഇവിടെ ലഭിക്കുന്നത് 11ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു സംഖ്യ തന്നെയാണ് എനിക്കിവിടെ ലഭിച്ചത്. സോ therefore you can say that clearly 132, 539 എന്ന് പറയുന്നത് 11 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിച്ചു. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ നോക്കിക്കോ. എന്താ വരാൻ പോകുന്നത്? 39, 248. 39, 248. നിങ്ങൾ പറ, ഡിവൈഡ് ചെയ്ത് പറ്റുമോ? നിങ്ങൾ പറ. 3, 2, 5, 8 എത്രയാ വരാൻ പോകുന്നത്? 5, 8, 13 എന്നാ വരാൻ പോകുന്നത്. 9, 4 എന്താ കൂട്ടുമ്പോൾ വരാൻ പോകുന്നത്? 13. 13 - 13 എന്താ? 13 - 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I got the answer to be 0, which again means the number 39248 is divisible by 11. കാരണം എന്താ? 0 ആവണം, അല്ലെങ്കിൽ അത് divisible by 11 ആയിരിക്കണം. എന്താ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? എടാ, ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള പൊസിഷനിൽ വരുന്നത് 3, 2, 8 കാണുന്നുണ്ടോ? അതല്ലേ ഓൾട്ടർനേറ്റ് പൊസിഷൻ. അപ്പൊ അതിനെയാണ് ഞാൻ കൂട്ടേണ്ടത്. അടുത്തതോ 9, 4 അതല്ലേ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിനെയാണ് ഞാൻ കൂട്ടേണ്ടത്. അതിനെ കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടിയത്? 13 കിട്ടിയത്. അപ്പൊ മുകളിലും 13, താഴെയും 13. 13 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആൻസർ 0 ആയി. ക്ലിയർ ആയോ? ശരി. അങ്ങനെയാണെങ്കിൽ അടുത്തത് 4, 4, 1, 6, 5. നിങ്ങൾ പറ. 4, 4, 1, 6, 5 എന്ന് പറയുമ്പോൾ അത് ഡിവിസിബിൾ ആണോ അല്ലയോ? പറ. 4, 4, 1, 6, 5 പറ. ഡിവിസിബിൾ ആണോ? 4ന്റെ കൂടെ ഞാൻ 1നെ കൂട്ടണം, 1ന്റെ കൂടെ 5നെ കൂട്ടണം. അപ്പൊ 5, 5 എത്രയാ വരാൻ പോകുന്നത്? ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 10 എന്നാ വരിക. ഇവിടെ എന്താ വരിക? 6, 4, 10. സോ ക്ലിയർലി ഇത് 10, ഇത് 10. വാട്ട് ഈസ് ഗോയിങ് ടു ബി ദി ഡിഫറൻസ്? ദി ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 0. therefore you can say that എന്താണ്? 441, 65 എന്ന് പറയുന്നതും 11 കൊണ്ട് ഡിവിസിബിൾ ആണ്. ശരി. അടുത്തത് 2 നിങ്ങൾ നോക്കുക. ഡിവിസിബിൾ ആണോ അല്ലയോ എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. 9867 എന്ന് പറയുന്നത് 11 കൊണ്ട് ഡിവിസിബിൾ ആണോ? 72533 എന്ന് പറയുന്നത് 11 കൊണ്ട് ഡിവിസിബിൾ ആണോ? എപ്പോഴും ഇന്ററാക്റ്റീവ് ആയിട്ട് നിർത്താൻ വേണ്ടി നോക്കുക. വെറുതെ വീഡിയോ കണ്ടു പോകരുത്. ക്വാണ്ട് ആണ് ചെയ്യുന്നതെങ്കിൽ ഓൾവേസ് യു ഷുഡ് കീപ് എ പെൻ ആൻഡ് പേപ്പർ ഓർ ബുക്ക് ഇൻ യുവർ ഹാൻഡ്. ശരി. ഇനി ഞാൻ പറയാൻ പോകുന്ന മെത്തേഡ് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. എല്ലായ്പ്പോഴും ഈ 132, 539 എന്ന് പറയുന്ന നമ്പറിനെ നമ്മളിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് എന്താ ആക്ച്വലി ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കോ കേട്ടോ. എന്താ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത്? ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ 1ന്റെ കൂടെ 2നെ കൂട്ടിയിട്ട് 2ന്റെ കൂടെ 3നെ കൂട്ടുക ചെയ്യുന്നത്. അപ്പൊ അത് എഴുത് നിങ്ങൾ. എന്താ ചെയ്യുന്നത്? 1 + 2 + 3 ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തതിന് ഞാൻ മറ്റൊരു കളറിൽ മാർക്ക് ചെയ്യാം. ശരി. 3 + 5 + 9 എന്നാണ് ഞാൻ എഴുതുന്നത്. 3 + 5 + 9 ആണ് അടുത്തത്. ഇനി എന്താ ചെയ്യുന്നത്? ആദ്യം കിട്ടിയ ഈ ഒരു സമ്മിനെയും പിന്നെ കിട്ടിയ ഈ സമ്മിന്റെയും ഡിഫറൻസ് ആണ് കാണുന്നത്. അപ്പൊ ഞാനത് അതേപടി എഴുതുകയാണ്. 1 + 2 + 3 എന്നുള്ളതിനെ ഒരു ബ്രാക്കറ്റിൽ ഇട്ടിട്ട് അതിന് ഞാൻ സബ്ട്രാക്ട് ചെയ്യാണ്. ആരെ? അടുത്ത ബ്രാക്കറ്റിൽ എഴുതുകയാണ് 3 + 5 + 9. ഇങ്ങനെ എനിക്ക് എഴുതാലോ അല്ലേ? അപ്പോൾ ഞാൻ 1 + 2 + 3 അതിനെ സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വളരെ 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 ശ്രദ്ധയോടുകൂടി നോക്കേണ്ട ഒരു കാര്യം, ഇവിടെ ശരിക്കും അപ്പൊ എന്ത് വരും? ബ്രാക്കറ്റിന് എന്ത് വരും? 1 + 2 + 3 - 3
-5 -9. എനിക്കിതിന് ഇങ്ങനെ ചിന്തിക്കാലോ. അങ്ങനെ ചിന്തിക്കുന്നതിൽ എനിക്ക് ഇതിനെയും ഏതിനൊക്കെ നോക്കിക്കോ, ശ്രദ്ധിച്ചു കേട്ടോ. ഈ ഒരു 1നെയും ഈ ഒരു 3നെയും എനിക്ക് കമ്പൈൻ ചെയ്യാലോ. അതുപോലെ ഈ 2നെയും -5നെയും എനിക്ക് കമ്പൈൻ ചെയ്ത് എഴുതാലോ. അതുപോലെ തന്നെ എനിക്ക് ഈ 3നെയും ഈ 9നെയും കമ്പൈൻ ചെയ്ത് എഴുതാലോ. എന്നാ എഴുതി നോക്ക്. അപ്പൊ എന്താ വരിക? 1 - 3 ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തതിന് ഞാൻ എന്ത് ചെയ്തു? ഒരുമിച്ച് എഴുതാലോ എനിക്ക് അങ്ങനെ. എന്നിട്ട് പ്ലസ് ഇട്ട് കൊടുത്തു. ഏത് പ്ലസ് ആണ്? ഈ പ്ലസ്. എന്നിട്ട് 2ന് എഴുതി. 2ന്റെ കൂടെ ഈ -5ന് എഴുതാലോ. അങ്ങനെ എഴുതി. എന്നിട്ട് 3ന് എഴുതി. 3ന്റെ കൂടെ ഞാൻ -9 എഴുതി. അപ്പൊ എനിക്ക് ഇങ്ങനെ ചെയ്യാലോ. അല്ലടാ, അപ്പൊ എനിക്ക് ഇങ്ങനെ ചെയ്യാലോ. യെസ്. അപ്പൊ ഈ 1ന്റെയും 3ന്റെയും 2ന്റെയും 5ന്റെയും പ്രത്യേകത എന്താ? 1 ഇതാ ഇവിടെ 1 കണ്ടോ. 3യോ? ആ 3 എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത നമ്പറാണ്. അടുത്തതോ 2 ഇതാ ഇവിടെ ഉണ്ട്. പിന്നെയോ 5 അതിന്റെ തൊട്ടടുത്തുണ്ട്. പിന്നെ എന്താ ഉള്ളത്? 3 ഇതാ ഇവിടെ ഉണ്ട്. 9 അതിന്റെ തൊട്ടടുത്തുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്തത്? ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഡിജിറ്റ് അല്ല ഞാനിവിടെ പറഞ്ഞത്. അടുത്തടുത്ത് വരുന്ന ഡിജിറ്റുകളെ ഒരു ഡയറക്ഷനിൽ നിങ്ങൾ അതിന്റെ ഡിഫറൻസ് കാണുക. അങ്ങനെ കണ്ടു കിട്ടുന്ന ഡിഫറൻസിന്റെ ഡിജിറ്റ് സം എടുക്കുക. അതായത് അതിനെ കൂട്ടി നോക്കുക. അങ്ങനെ ഡിഫറൻസ് കണ്ടുവരുന്നതിനെ നിങ്ങൾ കൂട്ടി നോക്കുക. അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ 0-നോ 11ന്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ മാത്രമേ എൻ്റെ സംഖ്യ 11ന്റെ മൾട്ടിപ്പിൾ ആവൂ. മനസ്സിലായോ? നോക്കിക്കോ. 1 - 3 എന്താ? പറയടാ. 1 - 3 എന്താ? ഇവിടെ -2 ആണ്. ഇവിടെ എന്താ വരാമോ? 2 - 5ഓ? അത് -3 ആണ്. പ്ലസോ 3 - 9 എന്താ? 1 - 3 -2. 2 - 5 -5. 3 - 9 -6 അല്ലേ? എന്താ വന്നത്? 3 - 9 -6. അപ്പൊ എന്താ വന്നത്? -2 -3 -6 എന്ന് പറയുമ്പോൾ അതിന്റെ ഡിജിറ്റ് സം എന്ത് വന്നു? എല്ലാം കൂടി കൂട്ടുമ്പോൾ എന്താ വന്നത്? -11 എന്ന് വന്നു. എന്ന് വെച്ചാൽ അതെനിക്ക് 11ന്റെ മൾട്ടിപ്പിൾ വന്നു. ആയതുകൊണ്ട് ഒറ്റയടിക്ക് എനിക്ക് എന്ത് പറയാം? 132539 എന്ന് പറയുന്നത് 11ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാം. മനസ്സിലായോ? അടുത്തടുത്ത് വരുന്ന സംഖ്യകളുടെ ഒരു ഡയറക്ഷനിലായിരിക്കണം എടുക്കേണ്ടത്. അതായത് 1 - 3 ചെയ്താൽ അടുത്തത് 2 - 5 ചെയ്യണം. തിരിച്ച് 5 - 2 ആക്കാൻ പാടില്ല. ഒരു യൂണി ഡയറക്ഷനിലായിരിക്കണം നിങ്ങൾ ആ ഡിഫറൻസ് എടുക്കുന്നത് മാത്രം. ഓക്കെ, ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അടുത്ത 39248 എന്ന് പറയുന്നത്, ഓക്കെ, 39248 എന്ന് പറയുന്നത് ഞാൻ മയച്ചു കളഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നത്. ഇത് ഓഫ്ലൈൻ ആയിട്ടൊരു ക്ലാസ് അല്ല. അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് ഇത് അവിടെ തൊട്ടിപ്പുറത്തൊന്ന് വലിച്ചിട്ട് കഴിഞ്ഞാൽ യൂട്യൂബിൽ അത് കിടപ്പുണ്ട്. ശരി, അടുത്തത് 39248 എന്ന് പറയുന്നതിന് പറയടാ. നിങ്ങൾ അതിന്റെ ഞാൻ പറഞ്ഞ രീതിക്ക് നിങ്ങൾ ചിന്തിക്കുക. എന്താ? 3ഉം 9ഉം ഡിഫറൻസ് എന്താ? -6. 2ഉം 4ഉം ഡിഫറൻസ് എന്താ? -2. പിന്നെന്താ ഉള്ളത്? 8 ആയിട്ട് തന്നെ നിൽക്കും. അപ്പൊ ഇവിടെ +8 അങ്ങനെ തന്നെ എഴുതാം. -6 -2 എന്താ വരാൻ പോകുന്നത്? -8 +8. എന്താണ് ഡിജിറ്റിന്റെ സമ്മ്? കണ്ടോ? 0 വന്നു. ഡിജിറ്റ് സം എന്നല്ല, അതിന്റെ സം എടുക്കുമ്പോൾ അതെന്തായിരിക്കണം? ഡിജിറ്റ് സം അല്ല. ഡിജിറ്റ് സം എന്നുള്ള രീതി കോൺസെപ്റ്റ് ഇവിടെ ആ രീതിക്ക് അല്ല ഞാൻ പറയേണ്ടത്. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇതിനെ ആഡ് ചെയ്ത് നോക്കണം. -8 +8 എടുക്കുമ്പോൾ എന്താ വരിക? 0 വന്നു. കേട്ടോ? 0 വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ആൻസർ ഓക്കെ 11ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാം. അപ്പൊ എത്ര പെട്ടെന്നാണ് നിങ്ങളുടെ പ്രോസസ്സ് കുറേയും കൂടി സിംപ്ലിഫൈ ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കണം. അപ്പൊ 441 65 എന്ന് പറയുമ്പോൾ വെരി സിമ്പിൾ. 4 × 4 എന്തായി പോയി? 0 ആയി പോയി. 1ഉം 6ഉം എത്രയാ? -5. പിന്നെ ലാസ്റ്റ് ഉള്ളത് +5. ആൻസർ എന്തായി? 0 ആയി. സോ ദിസ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 11. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് പറ. അടുത്തത് പറ. സിമ്പിൾ. 9 ന്ന് 8 പോയ എത്രയാ വരാൻ പോകുന്നത്? 1 എന്നാ വരിക. 6 ന്ന് 7 പോയ എത്രയാ വരാൻ പോകുന്നത്? -1 ആണ്. -1 +1 0. അപ്പൊ ഇത് 11ന്റെ മൾട്ടിപ്ലൈ. 72 533. 7 ന്ന് 2 പോയാൽ ഇതല്ല അടുത്തടുത്തുള്ളത്. 7 ന്ന് 2 പോയാൽ 5. 5 ന്ന് 3 പോയാൽ 2. ലാസ്റ്റത്തത് 3. 5ഉം 2ഉം 3ഉം എത്രയാ വരാൻ പോകുന്നത്? 5 2 3 എത്രയാ വരാൻ പോകുന്നത്? 10. അതായത് +10. അതുകൊണ്ട് ഇതെന്തല്ല? ഇത് 11നെ കൊണ്ട് ഡിവിസിബിൾ അല്ല. മനസ്സിലായോ? അപ്പൊ ഈ രീതിയിൽ നമുക്ക് 11ന്റെ ഡിവിസിബിലിറ്റി നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ട് വരും. കേട്ടോ? വിച്ച് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ ബോത്ത് 9 and 11? 2020 CHSL ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 9 കൊണ്ടും 11 കൊണ്ടും. 11ന്റെ ഓൾറെഡി ഞാൻ പറഞ്ഞു. 9 നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഡിജിറ്റിന്റെ സം എന്തായിരിക്കണം? ഡിജിറ്റ് സം, ഡിജിറ്റുകളുടെ സം എന്തായിരിക്കണം? മൾട്ടിപ്പിൾ ഓഫ്
9 ആയിരിക്കണം അല്ലെ. ഡിജിറ്റ്സിനെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ ആഡ് ചെയ്ത് കിട്ടുന്ന തുക അതെന്തായിരിക്കണം? അത് 9നെ കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ മാത്രമേ എൻ്റെ നമ്പർ സംഖ്യ 9 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ആദ്യം നോക്കേണ്ടത് 9ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. അത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ അത് നോക്കുമ്പോൾ ചിലപ്പോൾ ആൻസർ കിട്ടും. അപ്പോൾ എന്താ എളുപ്പ വഴി എന്താ? 9 കാണുന്നതിനെ ഒഴിവാക്കുക. ഇത് എത്രയാ? ഇവിടെ 9 ഉണ്ട്, 8 വന്നു. ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്, എല്ലാം 9ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? അല്ല, ഇത് 9ന്റെ മൾട്ടിപ്പിൾ അല്ല. എത്രയാ? ഇത് എത്രയാ വരാൻ പോകുന്നത്? ഡിജിറ്റ് ഒറ്റയടിക്ക് നോക്കുമ്പോഴേ മനസ്സിലാവണം. ഇവിടെ 9 കണ്ടോ? പിന്നെയോ എത്രയാ? 8 വന്നു, 9 വന്നില്ലേ? അപ്പോൾ 9ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇവിടെ 9നെ ഒഴിവാക്കി കഴിഞ്ഞാൽ 8 വന്നു, വീണ്ടും 9ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇതോ 8ഉം 9ഉം ഇത് 9ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇതോ ഇതും 9ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ ഇതിൽ രണ്ടിൽ ഏതോ ഒന്നാണ്. ഈ രണ്ടെണ്ണത്തിൽ ഏതോ ഒന്നാണ്. ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി. ഇനി അപ്പൊ നോക്കേണ്ടത് എന്താ? 11 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി. അപ്പൊ 1008 100982 ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ രീതിക്ക് ആ യൂണി ഡയറക്ഷനിലായിട്ട് നിങ്ങൾ നോക്കിക്കേ. 1 0 പോയാൽ 1, 0 8 പോയാൽ -8, പിന്നെ ഇവിടെ എന്തുണ്ടാവുക? 9 ഉണ്ടാവും. ഇതോ 1 0 പോയാൽ 1, 0 9 പോയാൽ -9, പിന്നെയോ ഇവിടെ ഒരു 8 ഉണ്ടാവും. അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ വരാൻ പോകുന്നത്? ഇതിന്റെ വാല്യൂ എന്താ? +1 +9 എത്രയാ? +10. 10 - 8. അപ്പൊ ഇത് എന്ത് വരൂല? ഇത് = 0 ആവൂല. മനസ്സിലാവുന്നുണ്ടോ? ഇവിടുത്തെ കേസിൽ എന്താ വരിക? 1 -9 +8 എന്നാ വരിക. അപ്പൊ എന്തായി? +8ഉം 1ഉം എത്രയായി? 9 - 9 ആയി. 9 - 9 0 വന്നു. അതുകൊണ്ട് എനിക്ക് പറയാം സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും ഇതിന്റെ റൈറ്റ് ആൻസർ. മനസ്സിലായോ? ഒറ്റയടിക്ക് പറയാൻ പറ്റുമോ? ആ ഡയറക്ഷന്റെ പ്രത്യേകത കണ്ടോ? ഇത് ഇങ്ങനെ തന്നെയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് അത് ചെയ്തിട്ടുള്ളതെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ അത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ ബോത്ത് 7 and 11? 7 and 11 7 കൊണ്ടും 11 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ. 11 കൊണ്ടുള്ളത് പെട്ടെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് 11 നിങ്ങൾ നോക്ക്. അതാണ് ഏറ്റവും നല്ലത്. എന്താണെങ്കിലും ഡിവിസിബിലിറ്റി നോക്കണം. 11 കൊണ്ടുള്ളത് പെട്ടെന്ന് നോക്ക്. ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നോക്കേണ്ട ഒരു ആവശ്യം അപ്പം നമുക്കിവിടെ വരുന്നില്ല. എത്രയാ? 16. ഞാൻ ഇത് വലുതാക്കി എഴുതാൻ വേണ്ടിയിട്ട് എഴുതുന്നു എന്നേ ഉള്ളൂ. മനസ്സിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ? മനസ്സിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. 1 - 6 -5, 3 - 2 1, ലാസ്റ്റ് ഒരു 4. അപ്പൊ എത്ര വരാൻ പോകുന്നത്? ഇത് -5ഉം +5ഉം വരിക. ഇത് 11നെ കൊണ്ട് ഡിവിസിബിൾ ആണ്. അടുത്തതോ 12 335. 12 335 എന്ന് പറയുമ്പോൾ 1 - 2 -1, 3 - 3 0. ഇതോ 5. അപ്പൊ ഇവിടെ ഒരു 5ഉം കൂടി ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൂടി -5ഉം അല്ല -1ഉം 0യും 5ഉം ആഡ് ചെയ്യുമ്പോൾ എന്ത് വരില്ല? 11ന്റെ മൾട്ടിപ്പിളോ 0യോ എന്താണെങ്കിലും വരില്ല. അപ്പൊ ഇതെന്റെ ആൻസർ എന്താണെങ്കിലും അല്ല. എനിക്ക് അതിനെ ഒഴിവാക്കാം. അതിനെ ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. അടുത്തത് ഏതാ? 16 257 എന്ന് പറയുമ്പോൾ 1 - 6 -5, 2 - 5 -3 അല്ലെ? ലാസ്റ്റത്തത് 7. അപ്പൊ എന്താ വരാൻ പോകുന്നത്? -8ഉം +7ഉം എന്ത് തരൂല? എനിക്ക് 11ന്റെ മൾട്ടിപ്പിൾ തരൂല. തരണമെങ്കിൽ അത് എന്താകണമായിരുന്നു? 0യ്ക്ക് ഈക്വൽ ആകണമായിരുന്നു. അടുത്ത നമ്പർ ഏതാ? ലാസ്റ്റത്തെ നമ്പർ കൂടി നോക്കിക്കോ. 16 425. ഓക്കെ, ഡിഫറൻസ് എടുത്തോ. 1 - 6 -5, 4 - 2 2, ലാസ്റ്റ് ഒരു 5. അപ്പൊ ഇത് രണ്ടും വെട്ടിപ്പോവും. അവസാനം എന്തുണ്ടാവും? ഈ 2 ബാക്കി വരും. അപ്പൊ അതും 11ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ ദ ഓൺലി പോസിബിൾ ഓപ്ഷൻ ഇസ് 7ന്റെ മൾട്ടിപ്പിൾ ഞാൻ നോക്കിയിട്ട് പോലുമില്ല, അല്ലാതെ തന്നെ എനിക്ക് ആൻസർ പറയാനായിട്ട് സാധിച്ചു. എന്താണ്? 16 324 ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അപ്പൊ 11ന്റെ ഡിവിസിബിലിറ്റി ഈ രീതിയിൽ നോക്കുമ്പോൾ കുറെ കൂടി ഈസി ആവുന്നത് കണ്ടോ? പ്രോസസ് അതാ പറഞ്ഞത്. മെത്തേഡ് അറിയാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ അടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ആ അടിച്ചു വിട്ടവർക്ക് സത്യമായിട്ട് ലോസ് ആണ്. ഈ ഒരു രീതിയിലല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, ശരി. അടുത്തത് 94 *2357 എന്ന് പറയുന്നത് 11 കൊണ്ട് ഡിവിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് സ്റ്റാറിന്റെ വാല്യൂ? അഗൈൻ 2020 സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. സ്ഥിരമായിട്ട് ഞാൻ ഇവിടെ നിന്ന് എടുത്തു എന്നേ ഉള്ളൂ. 23ലും 22ലും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. 24ലും ചോദിക്കുക. അതുകൊണ്ട് അപ്പൊ വാല്യൂ 94, പിന്നെന്താണ്? ഒരു സ്റ്റാർ ഇവിടെ ഉണ്ട്. പിന്നെ 2357. എന്താണ് സ്റ്റാറിന്റെ വാല്യൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞ രീതിയിലും ചെയ്ത് നോക്കിക്കേ. 9 - 4 എന്താ വരാൻ പോകുന്നത്? ഇവിടെ 5 എന്നാ വരിക. അടുത്തതോ സ്റ്റാർ -2 നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിക്കോ. സ്റ്റാർ -2. അടുത്തതോ 3 - 5 -2. അപ്പൊ ഇവിടുത്തെ വാല്യൂ -2. പിന്നെ ലാസ്റ്റ് ഒരു 7ഉം കൂടി ഉണ്ടാവും. അങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന കൂട്ട്. എന്തിനൊക്കെ കൂട്ടാൻ പറ്റും? 5നെയും -2നെയും 7നെയും കൂട്ടാം. ശരി. അപ്പൊ എന്താ വരിക? എന്താ വരാൻ പോകുന്നത്? എടാ -2ഉം 7ഉം കാണുമ്പോൾ തന്നെ അവിടെ എന്തായി? 7 - 2 5 വന്നു. ആ 5ഉം ഈ 5 ആഡ് ചെയ്താൽ 10 വന്നു. അപ്പൊ 10ഉം സ്റ്റാർ -2ഉം 10ഉം
സ്റ്റാർ -2ഉം 10ഉം സ്റ്റാർ -2ഉം. ഓക്കെ, ഇതെന്തിന് ഈക്വൽ ആയി? അപ്പൊ സ്റ്റാറിന്റെ വാല്യൂ എന്താണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. സ്റ്റാറിന്റെ വാല്യൂ എന്താണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സ്റ്റാർ ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പർ ആണ് അല്ലെ. സ്റ്റാർ ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പർ ആണ്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. നല്ലോണം മനസ്സിലാക്കണം. ഇവിടെ എനിക്ക് എന്താണ് ഇവിടുത്തെ വാല്യൂ വന്നിട്ടുള്ളത്? ഇവിടെ എനിക്ക് 10 ആണ് വന്നിട്ടുള്ളത്. സ്റ്റാറിന് ഞാൻ ഈ തന്നേക്കണേൽ ഏത് വാല്യൂ കൊടുത്താലാണ് എനിക്ക് ഈ 10 എനിക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുക എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പൊ സ്റ്റാറിന് ഞാൻ 3 കൊടുത്ത് എന്താ വരാൻ പോകുന്നത്? സ്റ്റാറിന് 3 കൊടുത്തു കഴിഞ്ഞാൽ 3 - 2 എന്ന് വരും, 1 വരും അല്ലെ. സ്റ്റാറിന് ഞാൻ 3 കൊടുത്തു കഴിഞ്ഞാൽ 3 - 2 എന്തായി? വാല്യൂ എത്രയായി? 1 ആയി. എന്ന് വെച്ചാൽ 10ഉം പിന്നെ +1ഉം ഈക്വൽ ടു എന്തായി? 11 തുല്യമായി. അപ്പൊ 11 തുല്യമായ വാട്ട് ഡസ് ദാറ്റ് മീൻ? 11 ഈക്വൽ ആയി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് സ്റ്റാറിന്റെ ആ വാല്യൂ ഞാൻ 3 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ സമ്മ് 11 ഈക്വൽ ആവും. 11 ഈക്വൽ ആയാൽ എന്റെ നമ്പർ എന്തായി? ഡിവിസിബിൾ ബൈ 11 ആയി എന്നല്ലേ അർത്ഥം. ആയതുകൊണ്ട് ഇത് തന്നെയാണ് എന്റെ ഉത്തരം എന്ന് പറയാം. മറ്റേത് വാല്യൂ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. ഉദാഹരണത്തിന് ഇപ്പൊ 7 കൊടുത്തു നോക്കൂ. 7 - 2 എന്താ വരിക? 7 - 2 എന്താ വരാൻ പോകുന്നത്? 5 ആ വരിക. ആ 5ഉം ഇപ്പുറത്തുള്ള 10ഉം എന്ത് തരൂല? 10ഉം ഈ 5ഉം എന്ത് തരൂല? എനിക്ക് 11ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു കണ്ടീഷൻ തരൂല. അടുത്തത് 7ന് പകരം ഞാനിപ്പോൾ 1 കൊടുത്തു. 1ഉം 2ഉം 1 - 2 എന്താ വരാൻ പോകുന്നത്? -1 ആ. അപ്പൊ 10 - 1 എന്നാ വരിക. 10 - 1ന്റെ വാല്യൂ എന്തായിട്ട് പോകും? 10 - 1ന്റെ വാല്യൂ 9 ആയിട്ട് പോകും. അപ്പൊ അതും എനിക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവില്ല. 8 എടുത്താലോ? 8 - 2 എന്നല്ലേ വരിക. വാല്യൂ 8 - 2 8 - 2 എന്താ? 6 ആണ്. 10ഉം 6ഉം എനിക്ക് എന്തേ തരുള്ളൂ? 16 ആയി പോകും. അപ്പൊ അതും എനിക്ക് വാല്യൂ തരില്ല. അപ്പൊ എത്ര പെട്ടെന്ന് ആൻസർ കിട്ടിയെന്ന് മനസ്സിലായോ? സ്റ്റാർ ഇട്ട് ഇതേപോലെയാ നിങ്ങൾ സ്റ്റാറിനെ ഇങ്ങനെയാ നിങ്ങൾ കണ്ടുപിടിക്കുന്നെങ്കിൽ കുറെ കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? ശരി, ഇതാണ് ഫാസ്റ്റസ്റ്റ് അപ്രോച്ച്. ഞാൻ പിന്നെ വീണ്ടും പറയുന്നില്ല എന്നേ ഉള്ളൂ. ദിസ് ഇസ് ദ ഫാസ്റ്റസ്റ്റ് അപ്രോച്ച്. ഓക്കെ, ഈ രീതിയിൽ അവനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അടുത്തത് ഡിവിസിബിൾ ബൈ 99 ആണെന്നാ പറയുന്നത്. 99 കൊണ്ട് ഡിവിസിബിൾ ആകണമെങ്കിൽ 9 കൊണ്ടും 11 കൊണ്ടും ഡിവിസിബിൾ ആകണം അല്ലെ. 9 കൊണ്ടും 11 കൊണ്ടും ഒരേപോലെ ഡിവിസിബിൾ ആണെങ്കിൽ മാത്രമേ 99 കൊണ്ട് ഡിവിസിബിൾ ആകൂ. സോ വാട്ട് ഈസ് മൈ നമ്പർ? എന്റെ നമ്പർ 84 75 പിന്നെ 63 9 AB എന്നാണ് നമ്മളുടെ നമ്പർ. എന്താണ്? AB. അപ്പൊ ഈ എൻ്റെയും ബിന്റെയും പോസിബിൾ ആയിട്ടുള്ള വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 9ന്റെ ഡിവിസിബിലിറ്റി വെച്ചിട്ടാണ് നമുക്ക് നോക്കാം ആദ്യം. അതാണല്ലോ എളുപ്പം. കാരണം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ ആ ഡിജിറ്റുകളുടെ സമ്മ് കിട്ടും. ഡിജിറ്റിന്റെ സമ്മ് അത്രയും കിട്ടിക്കഴിഞ്ഞാൽ എക്കും ബിക്കും ഉള്ള വാല്യൂ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് പറയാനായിട്ട് പറ്റും. അതിനൊരു എളുപ്പ വഴി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 9 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എപ്പോഴാണോ ആഡ് ചെയ്ത് 9 കിട്ടുന്നത് അത്രയും അങ്ങ് മറന്നേക്കുക. അതായത് ഇവിടെ ഒരു 9 കാണുന്നില്ലേ? ഈ 9നെ കൺസിഡർ ചെയ്യേ വേണ്ട. ഇവിടെ 6നെയും 3നെയും കാണുന്നില്ലേ? 6ഉം 3 3 9. അപ്പൊ അതിനെ കൺസിഡർ ചെയ്യേ വേണ്ട. എന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കേ വേണ്ട. ഇനി അടുത്തതോ 4നെയും 5നെയും കണ്ടില്ലേ? അപ്പൊ അതിനെ നോക്കണ്ട. പിന്നെന്താ? ആകെ 8നെയും 7നെയും മാത്രം നിങ്ങൾ കൂട്ടിയാൽ മതി. എത്ര പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് 8നെയും 7നെയും കൂട്ടുമ്പോൾ എത്രയാ വരിക? 15 വരിക. ഇനി നിങ്ങൾ പറ, ഈ 4 ഓപ്ഷൻസിൽ ഏത് കൊടുത്താലാണ് AB കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതെത്രയാ? 6ഉം 4ഉം അല്ലേ എൻ്റെയും ബിന്റെയും വാല്യൂ. അപ്പൊ എയും ബിയും 6ഉം 4ഉം ആയി കഴിഞ്ഞാൽ അത് ഇതിന്റെ കൂടെ കൂട്ടുമ്പോൾ എന്താ വരാൻ പോകുന്നത്? എക്കും ബിക്കും വാല്യൂ ആണല്ലോ തന്നിട്ടുള്ളത്. അപ്പൊ എൻ്റെയും ബിന്റെയും വാല്യൂ എന്നോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഞാൻ ആഡ് ചെയ്യണമല്ലോ 9ന്റെ ഡിവിസിബിലിറ്റി നോക്കാൻ. അല്ലടാ, ബേസിക് ആയിട്ടുള്ള കാര്യമല്ലേ ഞാൻ പറയുന്നത്. അറിയില്ല എന്നുള്ളത് ചിന്തിക്കരുത്. എക്കും ബിക്കും ഞാൻ ഇവിടെ വാല്യൂ കൊടുക്കണമല്ലോ. ഈ 4 ഓപ്ഷനിൽ ഏതോ വാല്യൂ കൊടുക്കണമല്ലോ. അങ്ങനെ കൊടുത്തു കിട്ടുന്ന ആ വാല്യൂ ഞാൻ ഈ 15ന്റെ കൂടെ കൂട്ടണമല്ലോ. അങ്ങനെ കൂട്ടിയിട്ട് കിട്ടുന്ന വാല്യൂ 9 കൊണ്ട് ഡിവിസിബിൾ ആകണ്ടേ? അപ്പോഴല്ലേ തന്നിട്ടുള്ള നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആവുള്ളൂ. 9 കൊണ്ട് ഡിവിസിബിൾ ആയാലല്ലേ 99 കൊണ്ട് ഡിവിസിബിൾ ആവുള്ളൂ. അതാ പറയുന്നത്, അത്രേ ഉള്ളൂ. അപ്പൊ ഈ 6ഉം 4ഉം കൂടി കൂട്ടി എത്രയാ വരാൻ പോകുന്നത്? 25 വരിക. 25 9 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ല. അല്ലെങ്കിൽ ഇതെന്റെ ശരി ഉത്തരമാകുമോ? ഏത്? ഇതെന്റെ ശരി ഉത്തരമല്ല. അടുത്തതോ 5ഉം 3ഉം 8. 15ന്റെ കൂടെ 8 കൂട്ടിയാൽ എന്താ വരാൻ പോകുന്നത്? 23. അപ്പൊ 9 കൊണ്ട് ഡിവിസിബിൾ ആവുമോ? ഇല്ല. ഇതും എന്റെ ആൻസർ അല്ല. 3ഉം 9ഉം 12.
15ന്റെ കൂടെ 12 കൂട്ടിയ എന്താ വരിക 27. സമാധാനമായി, ഒരു വാല്യൂ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ലാസ്റ്റത്തെയും കൂടി കൂട്ടിക്കോ, എന്താ വരാൻ പോകുന്നത്? അതും 4 8 എന്താ 12 ആണ്. അപ്പൊ ആ 12 കൂട്ടിയാൽ 27 തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പൊ ഒരു കാര്യം തീർച്ചയായി നമ്മളുടെ ആൻസർ എയും ബിയും അല്ല എന്നുള്ളത് തീർച്ചയായും. അപ്പൊ ഇതിന് ഞാൻ എന്ത് ചെയ്യണ്ട, കൺസിഡർ ചെയ്യണ്ട. പക്ഷെ എന്റെ അവസാനത്തെ 2 ഓപ്ഷൻസിന് ഞാൻ കൺസിഡർ ചെയ്യണം കേട്ടോ. അപ്പൊ അത് നമുക്ക് നോക്കാം. അതിന് നമ്മളെ ആര് സഹായിക്കും? 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ നമ്മളെ സഹായിക്കും. നമുക്ക് നോക്കാം. എന്താണെങ്കിലും ഒരെണ്ണം അല്ലേ ആൻസർ ആവുള്ളൂ. എന്താണെങ്കിലും ഒരെണ്ണം അല്ലാതെ ആൻസർ ആവുള്ളൂ. അപ്പൊ ആ എക്കും ബിക്കും അങ്ങ് വാല്യൂ ഇട്ട് കൊടുത്താൽ ഒരെണ്ണം അല്ലേ ആൻസർ ആവുള്ളൂ. യെസ് എടാ, ഒരു ആൻസർ അല്ലേ ഉണ്ടാവാൻ പറ്റുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നല്ലേ പോസിബിൾ ആവുള്ളൂ. ഒരെണ്ണം ഇട്ട് കൊടുത്ത് നോക്കിയാൽ പോരെ. അതാണ് റൈറ്റ് വാല്യൂ തരുന്നതെങ്കിൽ അതാണ് ആൻസർ. അത് റൈറ്റ് വാല്യൂ തരുന്നില്ലെങ്കിൽ മറ്റേതാണ് ആൻസർ. അത്രയല്ലേ ഉള്ളൂ. ശരി, അപ്പൊ നോക്കിക്കോ. 11ന്റെ ഡിവിസിബിലിറ്റി അപ്പോൾ 8 4 പോയാൽ 4, 7 5 പോയി കഴിഞ്ഞാൽ 2, 6 3 പോയാൽ എന്താ വരാൻ പോകുന്നത്? പറയടാ. 6 3 പോയി കഴിഞ്ഞാൽ ഇവിടെ വരാൻ പോകുന്നത് 3. എല്ലാം പോസിറ്റീവ് വാല്യൂ കേട്ടോ. അടുത്തത് 9 - a ആണ് വരാൻ പോകുന്നത്. ലാസ്റ്റ് ഒരു ബി ഉണ്ടാവും. ശരി, അപ്പൊ 9 - a എന്ന് പറയുമ്പോൾ നിങ്ങൾ എയുടെ വാല്യൂ നിങ്ങൾ എന്ത് കൊടുക്കുക? എയുടെ വാല്യൂ നിങ്ങൾ 3 കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ നോക്കി പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾക്ക്. എന്റെ വാല്യൂ നിങ്ങൾ 3 കൊടുക്കുക. അപ്പൊ എന്താ വരാൻ പോകുന്നത്? 9 - 3 6 വരും. ലാസ്റ്റത്തെ വാല്യൂ എന്താ വരാൻ പോകുന്നത്? ലാസ്റ്റത്തെ വാല്യൂ 9 ആയതുകൊണ്ട് 9. അപ്പൊ നിങ്ങൾ ഇതെല്ലാം കൂടി കൂട്ട്. 4 2 6 3 9, 9 9 18, 18 6 24 എനിക്കിത് തരിക. പക്ഷെ എനിക്ക് 24 ആണോ വേണ്ടത്? 11ന്റെ മൾട്ടിപ്പിൾ ആണോ 24? അല്ല. അതുകൊണ്ട് ആൻസർ എന്താ? സി അല്ല, ഡി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. നമുക്ക് റൈറ്റ് ആൻസർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വെരിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ വേണമെങ്കിൽ നിങ്ങൾ വെരിഫൈ ചെയ്തോ. ഞാൻ വെരിഫൈ ചെയ്ത് കാണിച്ചു തരാം. 3ന് പകരം അപ്പൊ ഞാൻ ആരെ പ്ലേസ് ചെയ്യും? 3ന് പകരം എയുടെ സ്ഥാനത്ത് 4നെ പ്ലേസ് ചെയ്യും. അപ്പൊ അടുത്തത് ആരായിരിക്കും? 8 ആയിരിക്കും. ശരി, അപ്പൊ എന്താ വരാൻ പോകുന്നത്? 9 - 4 എന്ത് വരും? 5 വരും. ലാസ്റ്റത്തെ വാല്യൂ 8 വരും. കൂട്ടിക്കോ. 4 2 6, 6 3 9, 9 5 14, 14 8 22 ആണ് എനിക്ക് ഡിജിറ്റിന്റെ ഇതിന്റെ സം ആയിട്ട് കിട്ടുക. ഡിഫറൻസുകളുടെ ആ സം എടുക്കുമ്പോൾ എനിക്ക് 22 കിട്ടുക, വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 11. Therefore ഓപ്ഷൻ ഡി എനിക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എൻ്റെയും ബിൻ്റെയും വാല്യൂ തരും. മനസ്സിലായോ? മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതിനെ 1.5x ഇട്ട് കാണുന്ന ആൾക്കാർ ഒരു 1x നോർമൽ സ്പീഡിലേക്ക് വരിക. നോർമൽ സ്പീഡിൽ ഇത് കണ്ട ആൾക്കാർ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതിനൊരു 0.75x ഇട്ട് കാണുക. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. കാരണം പറഞ്ഞത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സമയനഷ്ടമായിരിക്കും. ഓക്കെ, മനസ്സിലാകാത്തവർക്ക് ഒന്നും കൂടി റിവൈൻഡ് ചെയ്തിട്ട് കാണാവുന്നതേ ഉള്ളൂ. ഓക്കെ, നല്ല രീതിയിലാണ് കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഈ ഒരു മെത്തേഡ് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് വരും. എന്നാൽ അത് വെച്ച് നമുക്കൊന്ന് നോക്കാം. വാട്ട് ഈസ് ദ ലീസ്റ്റ് വാല്യൂ ഓഫ് a - b എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഗെയിൻ ഇവിടെ a എന്നും b എന്നും നമുക്ക് തന്നിട്ടുണ്ട്. അത് 11 കൊണ്ട് ഡിവിസിബിൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോ പഠിച്ച മെത്തേഡ് വെച്ചിട്ട് നമ്മൾ a 9 2 5 7 b 6 8 4 എന്ന് നമ്മൾ എഴുതും. ശരി, എഴുതിയല്ലോ. അതിനുശേഷം നമ്മൾ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് അതിനെ സബ്ട്രാക്ട് ചെയ്ത് നോക്കണം. a - 9നെ അങ്ങനെ തന്നെ നിർത്തിക്കോ. a - 9 എനെ ക്യാപിറ്റൽ ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. എ നമുക്ക് ക്യാപിറ്റൽ ആയിട്ട് തന്നെ എഴുതാം. a - 9നെ അങ്ങനെ തന്നെ എഴുതിക്കോ. ഓക്കെ, ഞാൻ a - 9നെ താഴെയാണ്. മുകളിലുള്ളതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് മുകളിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നു. 2 - 5 - 3 എന്ന് വരും. അടുത്തതോ 7 - b ഞാൻ താഴെ എഴുതുകയാണ് കേട്ടോ. 7 - b താഴെ എഴുതി. അടുത്തത് 6 - 8 -2, ലാസ്റ്റത്തത് ഒരു 4. ശരി, അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞങ്ങൾ കൂട്ടിക്കോ. ഇതിനെയും കൂട്ടാലോ. -3 - 2 -3 -2 -5 കൂടെ +4 കൂടി വന്നാൽ -1. അപ്പൊ മുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയേ ഉള്ളൂ? -1 ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെയാണ് എന്ത്? അതിനെയും കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടത്. കാരണം ഈ ഒരു ഡിഫറൻസുകളെ ആഡ് ചെയ്യാണല്ലോ നമ്മൾ വേണ്ടത്. അപ്പൊ നിങ്ങൾ പറ a - 9 +7 -b -1 എന്നാ വരിക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? -9നെയും +7നെയും -1നെയും കൂട്ടിക്കോ. -9ഉം -1ഉം എന്താ വരിക? -1ഉം -9ഉം -10. -10ന്റെ കൂടെ +7 വന്നാൽ നിങ്ങൾ പറ -9ന്റെ കൂടെ -10ന്റെ കൂടെ +7 വന്നത് -3 എന്ന് വരും. -3. അപ്പൊ എന്തായി ശരിക്കും സംഭവം? a - b -3 എന്നായി. നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ള എന്താടാ? ലീസ്റ്റ് വാല്യൂ ഓഫ് a - b എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലീസ്റ്റ് വാല്യൂ, അതായത്
എ മൈനസ് ബിക്ക് പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ വാല്യൂ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എ മൈനസ് ബി എന്തായാലാണ് എനിക്കിത് 11 കൊണ്ട് ഡിവിസിബിൾ ആകുക എന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇതിന്റെ വാല്യൂ ഒന്നിക്കൽ ഏറ്റവും ലീസ്റ്റ് പോസിബിൾ വാല്യൂ എന്താ? ലീസ്റ്റ് പോസിബിൾ വാല്യൂ എന്താ? 0 ആണ് അല്ലെ? അല്ല, -11 പോസിബിൾ ആണ്, -11 പോസിബിൾ ആണ്. പക്ഷെ ഇവിടുത്തെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ലീസ്റ്റ് പോസിബിൾ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് എന്തിനാ? 0 ആണ്. ഇനി നിങ്ങൾ പറ, ഇതില് 14 കൊടുത്താൽ അത് ലീസ്റ്റ് വാല്യൂ ആണോ? 14 - 3 എന്ന് പറഞ്ഞാൽ 11ന്റെ മൾട്ടിപ്പിൾ ആണ്. 14 - 3 വേണമെങ്കിൽ എ മൈനസ് ബിന്റെ വാല്യൂ എന്താ വരാം? 14 വരാം. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ലീസ്റ്റ് വാല്യൂ ആണ്. 14 ആണോ തന്നേക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും ലീസ്റ്റ് വാല്യൂ? അല്ല, 14 അല്ല ഏറ്റവും ലീസ്റ്റ് വാല്യൂ. ശരി. ഇവിടെ വേറെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ആ ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്ന ഒരു വില്ലൻ ഇവിടെ ഉള്ളത് കൊണ്ട് ഉത്തരം തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. വെയിറ്റ്, ഈ 3 ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിട്ട് പോകും? 3 - 3 എന്ന് പറയുമ്പോൾ 3 - 3 എന്തായി മാറി? 0 ആയി. അപ്പൊ ഇതിന്റെ ശരി ഉത്തരാണ് എന്ന് പറയാൻ വരട്ടെ. കാരണം അതിനുശേഷം ഇവിടെ ഒരു -8 കണ്ടോ? നിങ്ങൾ ഒരു -8 കണ്ടോ? അപ്പൊ ഈ എ മൈനസ് ബിന്റെ വാല്യൂ 3 ആണോ ചെറുത്? -8 ആണോ ചെറുത്? -8 അല്ലേ ചെറുത്? ഞാനിപ്പോ ഇതിന് പകരം ഈ 3 കൊടുത്തതിന് പകരം ഇവിടെ -8 കൊടുത്തെന്ന് വെച്ചോ. -8 - 3 വാട്ട് ഈസ് ദ വാല്യൂ? ആൻസർ എത്രയാ? -11. അപ്പൊ അതല്ലേ ഏറ്റവും ലീസ്റ്റ് പോസിബിൾ വാല്യൂ. -11 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, ഒരു കേസ് അവിടെ ഉണ്ടല്ലോ. അപ്പൊ ലീസ്റ്റ് പോസിബിൾ വാല്യൂ ഏതാ? 3 അല്ല. ലീസ്റ്റ് പോസിബിൾ വാല്യൂ 3 അല്ല, മറിച്ച് അത് ഏതാണ്? അത് -8 ആണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് നോട്ട് 3 ബട്ട് ഇറ്റ് ഈസ് -8. കാരണം 0ക്ക് ഈക്വൽ ആവാം. ഞാൻ പക്ഷെ തുടക്കത്തിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0ക്കോ 11ന്റെ മൾട്ടിപ്പിളിനോ ഈക്വൽ ആവാം. 11ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ +11 മാത്രമല്ല, -11ഉം 11ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതായിരിക്കും ലീസ്റ്റ് വാല്യൂ തരുന്ന കണ്ടീഷൻ. ക്ലിയർ? അപ്പൊ അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയിൽ ഞാൻ 11ന്റെ ഡിവിസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. ഇതേപോലെ 9ന്റെ ഡിവിസിബിലിറ്റി ബേസ് ചെയ്തിട്ട് ഞാൻ ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. ഡെഫിനറ്റ് ആയിട്ടും കാണണം. ഇല്ലെങ്കിൽ എന്താ പറയുക, അത് ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക്. പിന്നീട് 9ന്റെ ഡിവിസിബിലിറ്റി ബേസ് ചെയ്തിട്ട് നല്ല ക്വസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ ഞാനവിടെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് വരും. അതുപോലെ നമുക്ക് 7, 13, 11 ഇങ്ങനെയൊക്കെ വളരെ 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 എക്സാമിനർക്ക് ഇഷ്ടപ്പെട്ട നമ്പേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻസും ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന അപ്പം തന്നെ എന്ത് കാണണം? ആ വീഡിയോ കാണണം. സമയം കളയരുത്. അത് ചെറിയ വീഡിയോ ആണെങ്കിലും വലിയ വീഡിയോ ആണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം CGL-നാണെങ്കിൽ നമുക്ക് പ്രിലിംസിന് 2 മാർക്കും മെയിൻസിന് 3 മാർക്കുമാണ്. അതുകൊണ്ട് മറക്കരുത്, വളരെ വളരെ സീരിയസ് ആയിട്ട് അതിനെ കാണണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.